ബ്രെഡ് ബുൾസൈ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടൊന്നുമില്ല. ഇതിപ്പോൾ ഗ്യാസ് ഓൺ ആക്കാൻ അറിയണ ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. കാരണം ബ്രെഡിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റും. അതിൻ്റെ ഉള്ളിലേക്കാണ് മുട്ട ബുൾസൈ ആക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ് റെഡിയാക്കാന്ന്. പിന്നെ നിങ്ങൾ കുറച്ച് പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ അവാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അവാർഡ് എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാനത് അത്രയ്ക്ക് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അന്ന് ഞാൻ കാണിച്ചു തരാണ്ടിരുന്നത്. അപ്പോൾ ഞാനത് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു വേറെ അവാർഡ് കാണിച്ചു തരും. അപ്പോൾ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും കാണിച്ചു തരാം. ബ്രെഡിൻ്റെ ഈ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയതായിട്ടുള്ളത് വേണ്ട, ഇതേപോലെ കുറച്ച് ചെറുതായിട്ടുള്ളത് വേണം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതും നീക്കി വയ്ക്കാം. ഇനി അടുത്ത സ്ലൈസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണ ബ്രെഡ് വേണം. അത് നിങ്ങൾക്ക് എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. പിന്നെ മുട്ട വേണം, കുരുമുളകിൻ്റെ പൊടി വേണം, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നിങ്ങൾക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ചീസ് കുറച്ച് ഷെഡ് ചെയ്തിട്ട് കുറച്ച് ചീസും ചേർത്ത് കൊടുക്കുക. പിന്നെ ബട്ടറും വേണം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വെളിച്ചെണ്ണയ്ക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ബട്ടറും തേച്ച് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ഈ ബ്രെഡിൻ്റെ ഈ സ്ലൈസ് ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ ബ്രെഡിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ഈ ബട്ടർ നന്നായിട്ടാവണം. ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ഈ ചെറിയ പീസും ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇതൊരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവണം. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറൊക്കെ കുറച്ച് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ടും കുറച്ച് ബട്ടറും തേച്ച് കൊടുക്കുക. അത് ബട്ടറൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് ബട്ടർ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർക്കുക. അതേപോലെ ഇങ്ങനെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും ഈ ബട്ടർ ഇതിൻ്റെ എല്ലായിടത്തും ആവുക. അപ്പോൾ ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് മറ്റേ സൈഡും തിരിച്ച് വയ്ക്കാം. 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ മുരിഞ്ഞ സൈഡ് ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് തിരിച്ച് വെച്ചല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഈ മറ്റേ സ്ലൈസ് ബ്രെഡും വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മുട്ട ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാറില്ല, ചിലപ്പോൾ ബ്രെഡിൻ്റെ അടി കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബട്ടർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടുക. അതൊക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഈ ബ്രെഡിൻ്റെ സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ചീസ് ഇട്ടില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. ഈ കട്ട് ചെയ്തെടുത്തേക്കണ ഈ 2 പീസും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് അനക്കി നോക്കുമ്പോൾ ഈ ബ്രെഡ് അനങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടിയിലാ മുട്ട ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് തിരിച്ചിടാം.
നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ മുട്ട ഇപ്പോൾ നന്നായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലെ മുട്ട വേവിച്ചിട്ട് എടുക്കുക. പിന്നെ ബുൾസൈയൊക്കെ ആകുമ്പോൾ മുട്ട ഒരു പകുതി വേവണതായിരിക്കും നല്ലത്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളത് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുട്ടയുടെ ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ മുട്ട ഒരു 3/4 ഭാഗം മാത്രമേ വേവിക്കുന്നുള്ളൂ. അപ്പോൾ അത് തിരിച്ചിടാം. അപ്പോൾ ചീസൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ബ്രെഡ് എഗ് ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുക. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.